പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ച സഭ വീണ്ടും തുടങ്ങിയെങ്കിലും പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ ബഹളം. മുദ്രാവാക്യ വിളികളുമായിട്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിലെ ചോദ്യോത്തര വേളയിലാണ് പ്രതിപക്ഷം ബാനറുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. സാർ, 2 KFC സ്റ്റാർട്ടപ്പ് കേരള വായ്പാ പദ്ധതി. പ്ലീസ് അവിടെ പോയിരിക്കും. പ്ലീസ് അവിടെ പോയിരിക്കും. ചാണ്ടി പ്ലീസ്. യെസ് യെസ് യെസ്. 2022 സാമ്പത്തിക വർഷത്തിൽ KFC സ്റ്റാർട്ടപ്പ് കേരള വായ്പാ പദ്ധതി എന്ന പേരിൽ ഒരു സമഗ്രമായ പദ്ധതി തന്നെ അവതരിപ്പിച്ചു. മികവുള്ള സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് ആശയ രൂപീകരണം മുതൽ കമ്പനിയുടെ വിപുലീകരണം വരെയുള്ള ഓരോ ഘട്ടത്തിലും സമഗ്രമായ പിന്തുണയും വായ്പാ സഹായവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് KFC സ്റ്റാർട്ടപ്പ് കേരള പദ്ധതി. പ്രൊഡക്ടൈസേഷൻ ഘട്ടത്തിൽ 25 ലക്ഷം രൂപ വരെയും കൊമേഴ്സ്യലൈസേഷൻ ഘട്ടത്തിൽ 50 ലക്ഷം രൂപ വരെയും സ്കെയിലപ്പിനായി 2 കോടി രൂപ വരെയും 5.6% പലിശ നിരക്കിൽ ഈടില്ലാതെ ലഭ്യമാവും. സംസ്ഥാന സർക്കാരിന്റെ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് അവിടെ ലഭ്യമാക്കുന്നതിനും വെഞ്ചർ ഡെപ്റ്റ് ഫണ്ടിങ്ങിനും 10 കോടി രൂപ വരെ വായ്പയിൽ ലഭ്യമാണ്. KFC സ്റ്റാർട്ടപ്പ് കേരള പദ്ധതി വഴി ഇതുവരെ 77 കമ്പനികൾക്കായി 97.72 കോടി രൂപയാണ് വായ്പ നൽകിയിട്ടുള്ളത്. സാർ, 3 KFC കാർഷികാധിഷ്ഠിത MSME വായ്പാ പദ്ധതി. കാർഷികാധിഷ്ഠിത സൂക്ഷ്മ ചെറുകിട ഇടത്തര വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി KFC കാർഷികാധിഷ്ഠിത SMSE വായ്പാ പദ്ധതി കാംസ് എന്ന പേരിലൊരു വായ്പാ പദ്ധതി പ്രഖ്യാപിച്ച് 2022-23 സാമ്പത്തിക വർഷത്തിലാണ് 6% പലിശ. ഈ പദ്ധതി വഴി 41 യൂണിറ്റുകൾക്ക് 95.13 കോടി രൂപ വായ്പ നൽകി. ഇതിലൂടെ 410 പേർക്ക് പ്രത്യക്ഷമായും 615 പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകിയിട്ടുണ്ട്. സാർ, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ലഭ്യമാക്കുന്ന വായ്പ. സാർ, സ്പീക്കറെ കാണുന്നില്ല സാർ. സാർ, ഇത് റെക്കോർഡ് വരുന്നല്ലാതെ. സാർ, പുതിയ പദ്ധതികളും ഉണ്ട്. സാർ, ഈ റെക്കോർഡ് വരാൻ വേണ്ടി ഞാൻ പറയാണ്, കേരളത്തിൽ ഒരിക്കലും സാധാരണഗതിയിൽ ഇന്ത്യയിൽ എവിടെയും ചോദ്യ സമയത്ത് ഇങ്ങനെ ബഹളം ഉണ്ടാക്കാറില്ല. ചോദ്യം കഴിഞ്ഞിട്ട് അവർക്ക് ഇത് ഉന്നയിക്കാവുന്നതാണല്ലോ. ചോദ്യ സമയത്ത് ഇത്രയും മോശമായ സമീപനം കാണിക്കുന്നത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ മറന്നുപോയതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ മറന്നുപോയി തർക്കമായിരിക്കും. എന്തായാലും ഇത് ശരിയായ രീതിയല്ല. ചോദ്യം എന്ന് പറഞ്ഞാൽ മെമ്പർമാരുടെ അവകാശമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവരെ ഉപദേശിക്കണം. അങ്ങിങ്ങനെ നിയന്ത്രണമില്ലാതെ ഇവരെ വിടാൻ പാടില്ല, ഉപദേശിക്കേണ്ടതാണ്. ചോദ്യം ഉത്തരവെല്ലാം പറഞ്ഞു കഴിഞ്ഞു സാർ. ഇനി ശ്രീ പ്രമോദ് നാരായൺ. സാർ, സ്പീക്കറെ കാണാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ചോദ്യം ഇതാണ്: കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് അതിനാധാര ചലനമായി തീരുന്ന സ്റ്റാർട്ടപ്പുകളുടെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ നടപ്പിലാക്കുന്ന പദ്ധതി, സ്റ്റാർട്ടപ്പുകളുടെ തുടക്കത്തിൽ നൽകുന്ന സാമ്പത്തിക പിന്തുണ പോലെ തന്നെ പ്രധാനമാണ് അതിൻ്റെ സ്കെയിലിംഗ്. അതിനാവശ്യമായ തരത്തിൽ ഈ പദ്ധതി സമഗ്രമായി പരിഷ്കരിക്കുമോ എന്നതാണ് ചോദ്യം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, ഈ സ്റ്റാർട്ടപ്പുകളുടെ പദ്ധതി ഇപ്പോൾ CMUDP പദ്ധതി 2 കോടിയാണ്. അത് വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്യാരണ്ടി വേറെ ഷുവർട്ടീസ് ഇല്ലാതെ 10 കോടി രൂപ വരെ ഉൽപ്പന്നങ്ങൾ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ഒരു വലിയ പദ്ധതിയുണ്ട്. 10 കോടി രൂപ വരെ. പലിശ കുറവാണ്. അതിന് 9% CMUDP 5%. അതും അല്പം കൂടി തുക വർദ്ധിപ്പിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ, 1 ലക്ഷത്തോളം ആളുകൾക്ക് ഈ പദ്ധതി വഴി ജോലി കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് സ്റ്റാർട്ടപ്പുകളെയും പുതുസംരംഭകരെയും സഹായിക്കാനുള്ള കൂടുതൽ പദ്ധതികൾ സ്റ്റാർട്ടപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലേക്ക് എടുക്കാനാണ് നിൽക്കുന്നത്. സാർ, അങ്ങേക്ക് കാണാൻ വയ്യ, ഈ 2 മെമ്പർമാർ ശ്രീ ചാണ്ടിയുമ്മനും ആര്യാകൃഷ്ണൻ ഉൾപ്പെടെ പുതിയ മെമ്പർമാരാണ് സഭയിൽ. അവരുൾപ്പെടെയാണ് ഈ ബാനർ പിടിക്കാനായിട്ട്. അവരെ ഏൽപ്പിക്കാൻ കൊള്ളാവോ? ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ആ ഏറ്റവും പുതിയ മെമ്പർമാരെ കൊണ്ടാണോ ഈ ബാനർ പിടിപ്പിച്ച് ഇങ്ങനെ തടസ്സം ഉണ്ടാക്കുന്നത്? സാർ, അങ്ങ് കാണാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെ ഈ നിയമസഭ ചെയ്യാൻ പാടില്ല. പിന്നെ നാട്ടിലാകെ അപമാനം ഉണ്ടാവും. ഏത് തെറ്റായ വൃത്തികെട്ട കാര്യം ഉണ്ടെങ്കിലും അതിശക്തമായ നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റാണ് സാർ ഇവിടെ. ഒരു കള്ളന്മാരെയും സംരക്ഷിക്കാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നടപടിയെടുക്കുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം മറച്ചു വെക്കാനും ചർച്ച ഒഴിവാക്കാനുമാണ് സാർ ചെയ്യുന്നത്. പുകവറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അങ്ങയുടെ ടീമിനെ അങ്ങോട്ട് വലിക്കണം. പ്ലീസ്. പ്രതിപക്ഷ നേതാവിനെ പോലും കാണുന്നില്ല. അങ്ങോട്ട് ബാനർ താത്താൻ പറ. പ്ലീസ്, ബാനർ അങ്ങോട്ട് താത്താൻ പറ. യെസ് പ്ലീസ്. അംഗങ്ങളൊന്നും അവിടെ ഇരിക്കണം. കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത്. ആ ചോദ്യോത്തര വേള പോലും തടസ്സപ്പെടുത്തുന്നത് ശരിയായ രീതിയല്ല. ഇതൊരു മാന്യമായ രീതിയല്ല. ബഹുമാനപ്പെട്ട അങ്ങോട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ സഭ ചോദ്യോത്തരങ്ങൾ അനുവദിക്കണം പ്ലീസ്. ഇതൊരു അനാദരവാണ്. കേരളത്തിലെ ജനങ്ങളോടുള്ള അനാദരവാണ്. ശ്രീ PK ബഷീർ, ഒന്ന് പറ. അങ്ങ് സീനിയർ അംഗല്ലേ, ഒന്ന് പറ. അങ്ങ് വളരെ സീനിയർ അംഗല്ലേ. യെസ്. ചോദ്യോത്തര വേള തടസ്സപ്പെടുന്ന രീതി സഭാ നടപടികളുടെ അനാദരവാണ്.
ചർച്ചയിൽ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടുന്നുവെന്നും പ്രതിപക്ഷത്തിന് ചർച്ചയെ ഭയമെന്നും മന്ത്രി വിമർശിച്ചു. സ്പീക്കറുടെ ഇരിപ്പിടത്തെ മറച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ബാനർ ഉയർത്തിയത്. നടപടിയിൽ രോഷാകുലനായിട്ടാണ് സ്പീക്കർ പ്രതികരിച്ചത്. നോട്ടീസ് നൽകാതെ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്ന എന്തിനാണെന്ന് സ്പീക്കർ ചോദിച്ചു. ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നുവെന്നാണ് ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം മന്ത്രി മറുപടി നൽകിയത്. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ നക്ഷത്ര ചിഹ്നം ഇട്ട 4 ചോദ്യങ്ങളാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചത്. എല്ലാ ചോദ്യത്തിനും ഹൈക്കോടതി നിരീക്ഷണത്തെ കൂട്ടുപിടിച്ചാണ് സർക്കാർ മറുപടി പറഞ്ഞത്. സ്വർണ്ണപ്പാളികളുടെ ഭാരക്കുറവ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് ശ്രദ്ധയിൽപ്പെട്ടെന്ന് സർക്കാർ വ്യക്തമാക്കി. ദേവസ്വം ബോർഡ് വിജിലൻസാണ് അന്വേഷണം നടത്തുന്നതെന്ന് ആവർത്തിച്ച് മറുപടിയും നൽകി. 2019-ൽ പണികൾക്ക് ശേഷം തിരിച്ചെത്തിയപ്പോൾ ഭാരം രേഖപ്പെടുത്തിയില്ലായിരുന്നുവെന്നും ഹൈക്കോടതി കണ്ടെത്തലിലുണ്ട്. അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുമ്പോൾ ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വേണമെന്ന നിർദ്ദേശമുണ്ടെന്നും സർക്കാർ പറഞ്ഞു.